വെൽക്കം ടു എജുസ് അക്കാഡമി. എജുസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കാത്തിരുന്ന റെയിൽവേ ഒപ്റ്റോമെട്രിസ്റ്റ് 2024ന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഒപ്റ്റോമെട്രിസ്റ്റിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും മറ്റ് അപ്ഡേറ്റ്സ് ആൻഡ് ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ അത് അറിയാനായിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതിനോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് എല്ലാവരും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് ഡീറ്റെയിൽസിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെയിൽവേ ഒപ്റ്റോമെട്രിസ്റ്റ് 2024ന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന്റെ ഒരു ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത്. നമുക്ക് ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറഞ്ഞിട്ടല്ല, റെയിൽവേ ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറഞ്ഞിട്ടല്ല നോട്ടിഫിക്കേഷൻ വരുന്നത്. എന്താണ്, റിക്രൂട്ട്മെന്റ് ഓഫ് വേരിയസ് കാറ്റഗറീസ് ഓഫ് പാരാമെഡിക്കൽ, എല്ലാ പാരാമെഡിക്കൽസിന്റെയും കൂടെ ഒരുമിച്ചാണ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സാമിന്റെ സെൻ നമ്പർ അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് നമ്പർ എന്ന് പറയുന്നത് 04/2024. അതാണ് ഇതിന്റെ ഒരു സെൻ നമ്പർ ആയിട്ട് വരുന്നത്. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നോക്കാം. അപ്പൊ ഇത് നമുക്കറിയാം, ഓൺലൈൻ ആയിട്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. ഇതിന്റെ ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 17/8/2024, അതായത് August 17 തൊട്ട് നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അതുപോലെ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ കൊടുത്ത് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 16/9/2024. സെപ്റ്റംബർ 16 വരെ നിങ്ങൾക്ക് ഇതിനുള്ള ഒരു ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു മാസത്തോളം ഉണ്ട്. പക്ഷെ അതുവരെ ആരും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സാം എഴുതാനായിട്ട് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ നമുക്ക് ഓപ്പണിംഗ് ഡേറ്റ് ആയി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ ഒരു എക്സാം എഴുതാനായിട്ട്, അതായത് റെയിൽവേ ഒപ്റ്റോമെട്രിസ്റ്റ് 2024 എഴുതാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ്. ഒന്നുകിൽ ഡിപ്ലോമ ഇൻ ഒപ്റ്റോമെട്രി അല്ലെങ്കിൽ BSc ഒപ്റ്റോമെട്രി, ഡിപ്ലോമ ഇൻ ഒപ്റ്റോമെട്രി അല്ലെങ്കിൽ BSc ഒപ്റ്റോമെട്രി. ഓക്കെ, അപ്പൊ പല എക്സാംസുകൾക്കും, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ പല എക്സാമുകൾക്കും ഇങ്ങനത്തെ എക്സാംസുകൾക്ക് നമുക്ക് എക്സ്പീരിയൻസ് ഒരു മാൻഡേറ്ററി ആയിട്ട് വെക്കാറുണ്ട്. അപ്പൊ ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാം എഴുതാനായിട്ട് എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അതൊരു പ്ലസ് പോയിന്റ് ആണ്. നമുക്ക് ഈ ഒരു എക്സാം എഴുതാനായിട്ട് എക്സ്പീരിയൻസിന്റെ ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ ഏജ് ലിമിറ്റ് ആണ്. ഓക്കെ, റെയിൽവേ ഒപ്റ്റോമെട്രിസ്റ്റ് 2024 എഴുതാനുള്ള ഏജ് ലിമിറ്റ് ആണ് 18 to 36 ഇയേഴ്സ് ആണ് ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വരുന്നത്. 18 to 36 ഇയേഴ്സ്. നമുക്ക് നേരത്തെയൊക്കെ 18 to 33 ഇയേഴ്സ് വരെ ആയിരുന്നു നമുക്ക് ഏജ് ലിമിറ്റ് വരുന്നത്. പക്ഷേ നമുക്കറിയാം, കോവിഡ് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് പല ആളുകൾക്കും എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു ഏജ് ലിമിറ്റ് വെച്ചിരിക്കുന്നത്. അപ്പൊ മറ്റ് റിലാക്സേഷൻ എന്ന് പറയുന്നത് OBC അതർ ബാക്ക്വേർഡ് കാസ്റ്റിനാണെങ്കിൽ ഈ 36 ഇയേഴ്സിന്റെ കൂടെ 3 ഇയേഴ്സ് കൂടെ റിലാക്സേഷൻ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം SC ST ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സിന് 36 ഇയേഴ്സിന്റെ കൂടെ +5 ഇയേഴ്സ് കൂടെ റിലാക്സേഷൻ നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, എക്സാം ആപ്ലിക്കേഷൻ ഫീസ്. നമുക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസിന്റെ ആവശ്യമുണ്ട്. ഫസ്റ്റ്, ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾക്കാണെങ്കിൽ 500 രൂപയും, അതേഴ്സ് അതായത് OBC, SC ST, എക്സ് സർവീസ്മെൻ, വിഡോസ്, ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ 250 റുപ്പീസുമാണ് നമുക്ക് എക്സാം ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ജനറൽ എന്ന് പറയുമ്പോൾ ജനറൽ കാറ്റഗറിയിൽ വരുന്ന മെയിൽ ആപ്ലിക്കൻസിന് മാത്രമാണ് ഈ ഒരു 500 രൂപ വെച്ചിട്ടുള്ളത്. ബാക്കി ഫീമെയിൽസിനും, എല്ലാ കാറ്റഗറീസിലുള്ള ഫീമെയിൽസിനും, OBC ബാക്കി എല്ലാ കാറ്റഗറീസിനും 250 രൂപയാണ് വരുന്നത്. അപ്പൊ ഒരു കാര്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ജനറൽ കാറ്റഗറിയിലുള്ള മെയിൽ ആപ്ലിക്കൻസിന് മാത്രമാണ് 500 രൂപ വരുന്നത്. അപ്പൊ ഈ 500 രൂപ അടയ്ക്കുന്ന ആളുകൾക്ക് എക്സാമിന് ശേഷം, നമ്മുടെ ഓൺലൈൻ എക്സാമിന് ശേഷം 400 രൂപ റീഫണ്ട് ചെയ്ത് കിട്ടും. അതുപോലെ 250 രൂപ പേയ്മെന്റ് ചെയ്യുന്നവർക്ക് 250 രൂപയും റീഫണ്ട് ചെയ്ത് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് പേയ്മെന്റ് മെത്തേഡ് ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യാനുള്ളത്. ഇന്റർനെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അതർ UPI മെത്തേഡ്സ്, നമ്മുടെ GPayയോ ഫോൺ പേയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൺവീനിയന്റിനനുസരിച്ച് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
നെക്സ്റ്റ് വരുന്നത് ഹൗ ടു അപ്ലൈ. അപ്പം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പഴയ അപ്ഡേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഓൾ ഇന്ത്യ ലെവൽ ഈ റെയിൽവേ എക്സാമുകൾക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ഓരോ സോൺ വൈസ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ നോർത്ത് സോൺ തൊട്ട് സൗത്ത് സോൺ വരെ എന്താണ് ഓരോ സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് വരുന്ന പ്ലേസ് ഏതായിരിക്കും? സദേൺ സോൺ ആയിരിക്കും. ആ സദേൺ സോണിൽ ബാംഗ്ലൂർ, ചെന്നൈ, സെക്കന്ദരാബാദ് 3 സോൺസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോ നമുക്കറിയാം പല ടോക്ക് ഉണ്ട്. നമുക്ക് ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ പല കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ആരാണ്? നോർത്തേൺ സ്റ്റുഡൻസ്, നോർത്തിലുള്ള സ്റ്റുഡൻസ് ആണ് എക്സാം ക്രാക്ക് ചെയ്യുന്നൊരു ടോക്ക് ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഓരോ സോൺ വൈസ് ആയതുകൊണ്ട് നോർത്തിലുള്ള സ്റ്റുഡൻസ് ഓഫ് കോഴ്സ് നോർത്തിൽ തന്നെ ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ഇങ്ങോട്ട് നോർത്തേൺ സ്റ്റുഡൻസിന്റെ കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു പ്ലസ് പോയിന്റും കൂടെയാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരാൾക്ക് ഒരു സോണിൽ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇൻ കേസ് ആരെങ്കിലും 2 സോണിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഈ എക്സാമിൽ നിന്ന് ഡീബാർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നീഡ് അക്കൗണ്ട് ഓൺ സെന്നിൽ നമുക്ക്, അതായത് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസിൽ നിങ്ങൾക്ക് എന്ത് വേണം? അക്കൗണ്ട് വേണം. അതപ്പോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ എക്സാമിന് നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇന്നോ നാളെയോ നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഉടൻ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് വരുന്നതിന്റെ എക്സാം പാറ്റേൺ ആണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ കേരള PSC പോലെ തന്നെയാണ് 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അടങ്ങുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് 90 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മണിക്കൂറാണ്. സബ്ജക്റ്റുകൾ വരുന്നത് ജനറൽ സയൻസ്, ജനറൽ ഇന്റലിജൻസ്, ജനറൽ അവയർനെസ്, ജനറൽ പ്രൊഫഷണൽ എബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഒപ്റ്റോമെട്രിയുടെ സബ്ജക്റ്റുകളാണ് നമുക്ക് വരുന്നത്. പിന്നെ വരുന്നത് ജനറൽ അരിത്തമാറ്റിക്. മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത് നമുക്ക് ശരി ഉത്തരങ്ങൾക്ക് 1 മാർക്ക് ആഡ് ഓൺ ആവും. അതുപോലെ തെറ്റുത്തരങ്ങൾക്ക് 0.33 മാർക്ക് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് എക്സാം സിലബസ്. നമുക്ക് നേരത്തെ പറഞ്ഞു 100 മാർക്കിനുള്ള MCQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആ 100 മാർക്കിന്റെ ഡിവിഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പ്രൊഫഷണൽ എബിലിറ്റി അഥവാ നിങ്ങളുടെ ഒപ്റ്റോമെട്രിയുടെ സബ്ജക്റ്റുകൾ 70 മാർക്കിനും ബാക്കി 30 മാർക്കിനും ജനറൽ നോളജ്. ആ 30 മാർക്കിന്റെ ഡിവിഷൻ എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് 10 മാർക്കിന്, ജനറൽ അരിത്തമാറ്റിക്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 10 മാർക്കിന്, ജനറൽ സയൻസ്. ഈ ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസ് ഇൻ എവറിഡേ ലൈഫ് വരുന്നുണ്ട്. അപ്പൊ ഈ ജനറൽ സയൻസും ജനറൽ അരിത്തമാറ്റിക്കും നമ്മൾ 10ാം ക്ലാസ് CBSEയുടെ ടെക്സ്റ്റിൽ നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രൊഫഷണൽ എബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കേരള PSC ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ ഒരു അവയർനെസ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു 30 മാർക്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ റാങ്ക് മേക്കിംഗ് മാർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾ ഈസി ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് വളരെ പ്രോപ്പർ ആയിട്ട് തന്നെ അതിന്റെ കോച്ചിങ് എടുത്തേ മതിയാകുള്ളൂ. നമുക്കറിയാം എഡ്ജസ് അക്കാഡമിയിൽ പ്രൊഫഷണൽ എബിലിറ്റി, അതായത് ഒപ്റ്റോമെട്രിയുടെ സബ്ജക്റ്റുകൾ വളരെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസിന്റെ നേതൃത്വത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ നടന്നു പോകുന്നത്. അപ്പൊ നമുക്കതിന്റെ യൂട്യൂബ് വീഡിയോസ്, നമ്മുടെ ക്ലാസ്സുകളുടെ യൂട്യൂബ് വീഡിയോസ് നിങ്ങൾക്ക് കണ്ടാലായിട്ട് മനസ്സിലാകും. അതുപോലെ ഈ ജനറൽ നോളജിന്റെ ക്ലാസ്സുകളും നമ്മുടെ ജനറൽ PSC രംഗത്തെ മികച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നു പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് അപ്പൊ നമ്മുടെ ഫ്രീ ഡെമോ ക്ലാസ്സുകൾക്ക് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഡെമോ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ 2 നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ റെയിൽവേ ഒപ്റ്റോമെട്രിക്സ് 2024ന്റെ പുതിയ ബാച്ച് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടും ഈ 2 നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, മറ്റൊരു കാര്യം കൂടെ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതിനായി താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ലിങ്ക് യൂസ് ചെയ്ത് കമ്മ്യൂണിറ്റിയിലും കൂടെ ജോയിൻ ചെയ്യുക. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റി വഴി ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.